ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദ് അവറുകൾ, വിധികർത്താക്കൾ, മറ്റെന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുതാലിം സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഖഫ് അധികാരങ്ങളുടെ മേൽ ഫാഷിസത്തിന്റെ റീത്ത് എന്നതിനെ ആസ്പദമാക്കി അല്പം സംസാരിച്ച് ഞാൻ നിർത്താം. വിഭജനാന്തര ഇന്ത്യയിൽ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ അവരുടെ ഭൂസ്വത്തുകൾ മതാടിസ്ഥാനത്തിൽ ദാനം ചെയ്തു എന്ന പശ്ചാത്തലത്തിലാണ് 1950-ൽ ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ആദ്യമായി വഖഫ് ബോർഡ് കൊണ്ടുവരുന്നത്. 1960-കളിൽ കേന്ദ്ര വഖഫ് കൗൺസിൽ നിലവിൽ വന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടെ ബിൽ ഭേദഗതി ചെയ്യുകയും വഖഫ് ബോർഡ് നിലവിൽ വരികയുമാണ് ഉണ്ടായത്. എന്നാൽ 2013-ൽ ബിൽ വീണ്ടും ഭേദഗതി ചെയ്തു. യഥാർത്ഥത്തിൽ വഖഫ് എന്നത് വിശ്വാസികൾ അള്ളാഹുവിന് നൽകുന്ന സ്വത്തിനാണ്. അതായത് അതിന്റെ പൂർണ്ണ ക്രയവിക്രയകൾ മതാടിസ്ഥാനത്തിലാണെന്നർത്ഥം. നിലവിൽ റെയിൽവേ ഡിഫൻസിന് ശേഷം ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് വഖഫിനാണ്. 32 വഖഫ് ബോർഡുകളോടൊപ്പം 1.2 ലക്ഷം കോടി വിലമതിക്കുന്ന വഖഫ് സ്വത്തുകളാണ് വഖഫിന് കീഴിലുള്ളത്. കിരൺ റിജു എന്ന കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട 40 ഭേദഗതികളോടുകൂടെയുള്ള ബില്ലാണ് ഇന്ന് തീവ്ര ഗൗരവത്തോടെ വീണ്ടും വഖഫ് ചർച്ചകളിലേക്ക് വഴിയൊരുക്കിയത്. വഖഫ് ബോർഡുകളുടെ സുതാര്യത, അഴിമതി, സ്ത്രീ ശാക്തീകരണം എന്നിവ തുടച്ചു നീക്കാനുള്ള മാർഗമായും വഖഫ് ബോർഡിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള മാർഗമായുമാണ് പ്രതിപക്ഷം ഈ ബില്ലിനെ അവതരിപ്പിച്ചത്. എന്നാൽ ഇതൊരു നിഗൂഢ ലക്ഷ്യമാക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഇതിന്റെ പ്രധാന ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. കേന്ദ്ര കൗൺസിലിലെ 2 അംഗങ്ങൾ മുസ്ലിങ്ങൾ അല്ലാത്തവരും കേന്ദ്ര കൗൺസിൽ ആവേണ്ട 3 എംപിമാർ മുസ്ലിം സമുദായത്തിൽ നിന്നാവണം എന്നാണ് സർക്കാർ പറയുന്നത്. ഇത് എത്രമാത്രം ബുദ്ധിരാഹിത്യമാണ്! തീർത്തും ഒരു മതനിയമാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു ബോർഡിനകത്ത് അന്യമതസ്ഥരുടെ പ്രവേശനം ഒരിക്കലും യുക്തിസഹമല്ല. ഇതിൽ ആർക്കാണ് സംശയമുള്ളത്? സാമാന്യമായ അയോധ്യ, ഗുരുവായൂർ ട്രസ്റ്റുകളിൽ ഹിന്ദു അല്ലാത്തവരെ നിയമിക്കുന്നതിന്റെ യുക്തിയില്ലായ്മ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർത്തത്. വഖഫ് ബോർഡുകളിൽ നിർബന്ധമായും 2 വനിതകൾ ഉണ്ടാകണമെന്നുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിലവിൽ തന്നെ അത്തരം പ്രാതിനിധ്യം ഉണ്ട് എന്നും തമിഴ്നാട്, പഞ്ചാബ്, ജമ്മു കാശ്മീർ തുടങ്ങിയ വഖഫ് ബോർഡുകളിലെ അധ്യക്ഷരായി സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടും ഈ ഭാഗവും അപ്രസക്തമാണ്. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ ദുർബലമായ നിയമ ഭേദഗതികളിലൂടെ തൊട്ടുമുന്നേ കഴിഞ്ഞ ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ കാലത്തെയും ആയുധമായ വർഗീയത, മതനിയമാടിസ്ഥാനത്തിൽ വിഭജനം എന്നിവ കണക്കാക്കി ഉപയോഗിച്ചത് നമ്മൾ കണ്ടതാണ്. പൗരത്വ ഭേദഗതി ബില്ലിന്റെയും ഏക സിവിൽ കോഡിന്റെയും മുത്തലാഖ് ബില്ലിന്റെയും തുടർച്ചയായി ഒരു രാജ്യത്തിന്റെ ന്യൂനപക്ഷത്തിന്മേൽ ആ രാജ്യത്തെ ഫാസിസ്റ്റ് സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ യുക്തിയില്ലാത്ത ഓരോ നിയമ ഭേദഗതികളുടെ എതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും അതിൽ നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട് എന്നും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.